ഹലോ ഗൈസ്, ഞാൻ നിങ്ങൾക്ക് ഒരു സ്റ്റോറി പറഞ്ഞുതരാം. പണ്ടെന്ന് പറയുമ്പോൾ അത്ര അങ്ങ് പണ്ടല്ല, എന്നാലും പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് മെഹന്തി ഇടാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഭയങ്കര ഇഷ്ടമെന്ന് പറഞ്ഞാൽ പെരുന്നാളിന് എനിക്ക് ഡ്രസ്സ് എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, മെഹന്തി ഇടണം. മൈലാഞ്ചി ഇല്ലാതെ ഒരു പെരുന്നാളില്ലായിരുന്നു എനിക്ക്, അത്രത്തോളം എനിക്കിഷ്ടം. പക്ഷേ എനിക്ക് മൈലാഞ്ചി ഇടാൻ അറിയത്തില്ല, എനിക്ക് ഇട്ട് തരാനാണെങ്കിൽ ആരുമില്ല, മൂത്ത ചേട്ടത്തിയോ അങ്ങനെയൊന്നും ആരുമില്ല. അപ്പം ഞാൻ തന്നെ എന്ത് ചെയ്യും, ഓരോ വരകളും കുത്തുകളും കുറികളും എല്ലാം കൂടെ ചേർത്ത് വയ്ക്കുമ്പോഴത്തേക്ക് എനിക്കൊരു ഡിസൈൻ ആവും. അങ്ങനെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരിക്കൽ എൻ്റെ ഒരു കസിൻ സിസ്റ്റർ വീട്ടിൽ പോയപ്പോഴത്തേക്ക് ആ കൊച്ചിരുന്ന് മെഹന്തി ഇടുന്നത് ഞാൻ ആദ്യമായിട്ട് ആ കൊച്ചിൻ്റെ കയ്യിലൊരു മെഹന്തി കോൺ ഇരിക്കുന്നത് കാണുന്നത്. അന്ന് ആദ്യമായിട്ട് കണ്ടത്, അവസാനമായിട്ട് കണ്ടത് ഒന്നാ. പിന്നെ ആ കൊച്ചു അങ്ങനെ ഇടുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഇരിക്കുക, ആ കൊച്ചിൻ്റെ കൈ പിടിച്ച് ഒരു ഡിസൈൻ ഇട്ട് തന്ന്. ഒരു ഡിസൈൻ എന്ന് പറയുമ്പം ആ കൊച്ചു ആ ഡിസൈൻ തുടങ്ങിയൊന്നും പോവില്ല, ആ ഡിസൈൻ എൻ്റെ ചെയ്തത് ഒരു പോവില്ല. ആ ഒരു ഒറ്റ പൂ കൊണ്ട് ആ കൊച്ചിൻ്റെ കൈ മൊത്തം ഡിസൈൻ ചെയ്ത് തന്ന്. അങ്ങനെ വന്നിരിക്കുന്നവരുടെ ഓരോരുത്തരുടെയും കയ്യിൽ ആ കൊച്ചു ആ ഒരു ഒറ്റ പൂ കൊണ്ട് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത്. അവരെങ്ങനെ ചോദിക്കുന്നു അങ്ങനെല്ലാം ആ ഒരു പൂ വെച്ച് തന്നെ കൈ നിറച്ചിട്ട് കൊടുക്കുന്നത്, കൈ പാതി ഇട്ട് കൊടുക്കുന്നത്, ഒറ്റ ഫിംഗറിലായിട്ട് ഇട്ട് കൊടുക്കുന്നു. അങ്ങനെ ഇങ്ങനെ എല്ലാ കൊച്ചും ആ ഡിസൈൻ വെച്ച് തന്നെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ വിളിച്ചു, ഇത് കൊള്ളാമല്ലോ എന്നും പറഞ്ഞ് ഞാൻ ഈ കൊച്ചി ഇട്ടത് നോക്കി പഠിച്ചിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ കയ്യിലിട്ടപ്പോഴേ ഇടാൻ അറിയാത്ത ഞാനിട്ടപ്പോഴേ ഈ ഡിസൈൻ കൊള്ളാം എന്ന് പറഞ്ഞ് ഞാൻ ഇതിട്ടുണ്ട് സ്കൂളിൽ പോയപ്പോഴത്തേക്ക് എൻ്റെ കൂട്ടുകാരി എൻ്റെ അടുത്ത് പറഞ്ഞ്, നിനക്ക് മെഹന്തി ഇടാൻ അറിയാവോ, കൊള്ളാലോടി എന്ന് പറഞ്ഞു. പിന്നെ ഇവൾ എൻ്റെ അടുത്ത് കൊണ്ടുവരും, എനിക്കൊന്ന് ഇട്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് എന്തുവാ, ഈ ഇത്ത പഠിപ്പിച്ചാന്ന് അതേ ഡിസൈൻ തന്നെ. അപ്പോൾ ഒരു വട്ടമായി രണ്ട് വട്ടമായി ഒത്തിരി വട്ടമായപ്പോൾ അവളേക്ക്, നിനക്ക് ഇത് മാത്രമേ ഇടാൻ അറിയത്തുള്ളൂ, വേറെ ഒന്നും ഇടാൻ അറിയത്തില്ലേ, ഇതാണോ നിൻ്റെ മാസ്റ്റർ പീസ് ഡിസൈൻ എന്ന് പറയും. അങ്ങനെ ആ ഡിസൈൻ അവളൊരു പേര് വിട്ട് മാസ്റ്റർ പീസ് ഡിസൈൻ എന്ന്. അങ്ങനെ പിന്നെ ഞാൻ വേറെ ഡിസൈൻ ട്രൈ ചെയ്ത് നോക്കാമെന്നും പറഞ്ഞിട്ട് എൻ്റെ കൈ വെച്ച് തന്നെ ഞാൻ വേറെ ഡിസൈനുകൾ കുത്തിയും കുറുമ്പിയൊക്കെ ചെയ്ത് നോക്കി. പക്ഷേ പറയാലോ, എൻ്റെ പൊന്ന് ഗൈസേ, ഒരു കാശിന് കൊള്ളത്തില്ലായിരുന്നു, ശരിയാവത്തേ ഇല്ല. എന്തൊക്കെ വരച്ചിട്ടും ശരിയാവത്തില്ല. പിന്നെ ഞാൻ കണ്ടിടാൻ തുടങ്ങി. കണ്ടിടുമ്പോൾ ശരിയാവും, കണ്ടിടാൻ എനിക്കറിയാം. പക്ഷേ സ്വന്തമായിട്ടൊരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്തിടാൻ എനിക്കറിയത്തില്ല. കണ്ടിടുന്നതും അത്ര ഭംഗിയൊന്നുമല്ല, എന്നാലും കൊള്ളാം. അങ്ങനെ 10ാം ക്ലാസ് വരെ ഇങ്ങനെ പോയി. 10ാം ക്ലാസ് വരെ ഞങ്ങളുടെ ക്ലാസ്സിൽ വേറെ ആരും മെഹന്തി ഇടത്തില്ല, ഞാനാണ് ഇടുന്നത്. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് അത്യാവശ്യം നല്ല രീതിയിൽ മെഹന്തി ഇടാൻ തുടങ്ങിയപ്പോഴാണ് പ്ലസ് ടുവിന് കയറുന്നത്. പ്ലസ് 1 പ്ലസ് 2 കയറിയപ്പോഴത്തേക്ക് വേറൊരാളവിടെ വന്ന്. അവിടാണ് എനിക്കൊരു കോമ്പറ്റീറ്റർ ഉണ്ടായത്. അവൾ നല്ല രീതിയിൽ മെഹന്തി ഇടും. എല്ലാവരും അവളുടെ അടുത്ത് പിന്നെ മെഹന്തി ഇടാൻ കൊണ്ട് ചെല്ലാൻ തുടങ്ങി. എനിക്ക് ആദ്യമൊക്കെ വിഷമം വന്ന്, പിന്നെ ഞാനങ്ങ് യൂസ്ഡായി. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ.